ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ അവിൽ വിളയിച്ചതിൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ ഇത്. അപ്പം ഇതിൻ്റെ റെസിപ്പിയിലോട്ട് കിടക്കാം. അതിനു മുൻപ് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പം അവിൽ വിളയിച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ആദ്യം ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യ് നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ചേർക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ വറുത്തെടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മൾക്കൊന്ന് കോരിയെടുക്കാം. അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മറ്റേ പൊരികടല ഉണ്ടല്ലോ, അതും കൂടെ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക. ഇതൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് വറുത്താൽ മതി. പിന്നെ 1 ടേബിൾ സ്പൂൺ എള്ളും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അതിനുശേഷം അതും കോരി മാറ്റി വയ്ക്കാം. ഇനി അതേ നെയ്യിലോട്ട് തന്നെ നമ്മൾക്ക് 1 കപ്പ് വെള്ളം ചേർക്കുകയാണ്, അതായത് ശർക്കര. അതിലോട്ട് ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. നമ്മളുടെ ആ ഒരു നൂൽ പരുവം ഉണ്ടല്ലോ, അതാവുന്നത് വരെ ഒന്ന് കുറുക്കിയെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ദേ ഇത് കണ്ടോ, നൂൽ പരുവമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് ഇതിലോട്ട് 1 കപ്പ് തേങ്ങ ചിരവിയതും കൂടെ ചേർക്കാം. തേങ്ങ കുറച്ചുകൂടെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 കപ്പ് വരെ ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലോട്ട് 1/4 ടീസ്പൂൺ ചുക്കുപൊടി ഇടുക, പിന്നെ ഏലക്കാപ്പൊടി ഇടുക 1/4 ടീസ്പൂൺ, ജീരകത്തിൻ്റെ പൊടിയും 1/4 ടീസ്പൂൺ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് 1 മിനിറ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾക്ക് ഇനി അവിലിടണം. ഇത് നടുവ് ഭാഗത്തിലോട്ട് ഇട്ടാൽ മതി, അപ്പോൾ മിക്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഞാനിവിടെ നമ്മുടെ മട്ടേരിയുടെ അവിലാണ് ഉപയോഗിക്കുന്നത്. അതാണ് ശരിക്കും നല്ലത് നമ്മൾക്ക് ഈ അവിൽ വിളയിച്ചതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. വെള്ള കളർ അവിലിനേക്കാളും ഇതാണ് ടേസ്റ്റ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കുമ്പം ഈ ചുവന്ന കളറിലുള്ള അവിൽ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മൾക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തേങ്ങയും ആ വെല്ലവും അവിലും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒരു 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ വറുത്ത് വെച്ചിട്ടുള്ള സാധനങ്ങളുണ്ടല്ലോ, തേങ്ങാക്കൊത്തും മറ്റേ പൊരികടലയും എള്ളും എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോഴത്തേക്കും അവിലൊക്കെ നല്ലൊരു ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ അത്രയേ ഉള്ളൂ. 1 മിനിറ്റ് കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ അവിൽ വിളയിച്ചത് റെഡി ആയിട്ടുണ്ട്. ശരിക്കും നല്ല ടേസ്റ്റിയാണ്. അവിലൊക്കെ നല്ല ക്രിസ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ആ ഗണപതി ഹോമമൊക്കെ കഴിഞ്ഞിട്ട് കിട്ടുന്ന ആ പ്രസാദം ഉണ്ടല്ലോ, അതിൻ്റെ അതേ ടേസ്റ്റാണ്. നമുക്ക് വീട്ടിലുണ്ടാക്കിയാലും അതേപോലെ തന്നെ കിട്ടും. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇനി അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ.